ഹായ്. ഈ പ്രവാസികളായിട്ടുള്ള ആളുകൾ ഈ പണമിടപാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെ സാധാരണ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഉം. അപ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ വിദേശത്തൊക്കെ പോയിട്ട് ചിലപ്പോൾ 2 3 ഈവൻ 5 10 ഒക്കെ വർഷം കഴിഞ്ഞിട്ട് പോലും ഈ സേവിങ്സ് അക്കൗണ്ട് വെച്ചിട്ടുണ്ടല്ലോ, നാട്ടിലുള്ള സാധാരണ സേവിങ്സ് അക്കൗണ്ട് വെച്ചിട്ട് കാര്യങ്ങൾ നടത്തുന്ന, അതായത് ട്രാൻസാക്ഷൻസ് നടത്തുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. ആക്ച്വലി ഇതൊരു വലിയ ഒരു പ്രശ്നമാണ്. പ്രശ്നം എന്നുള്ളതല്ല, അതായത് വലിയൊരു വയലേഷനാണ് അത്. അതായത് പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ഒരിക്കലും നാട്ടിൽ സേവിങ്സ് അക്കൗണ്ട്, നമ്മുടെ സാധാരണ സേവിങ്സ് അക്കൗണ്ട് ഉണ്ടല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അധികാരമില്ല. അപ്പം നിങ്ങൾ പ്രവാസി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു NRO അക്കൗണ്ട്, അതായത് നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് അക്കൗണ്ടുകൾ തുടങ്ങാം. ഒരു സാധാരണ അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ടിന് ഈക്വലൻ്റ് ആയിട്ടുള്ള NRO അക്കൗണ്ടുകൾ, അതായത് നോൺ റെസിഡൻസ് ഓർഡിനറി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങാനായിട്ട് പറ്റും. അതല്ല, പിന്നെ വേറൊരു അക്കൗണ്ട് കൂടി, അതായത് NRE എന്ന് പറഞ്ഞിട്ട്, നോൺ റെസിഡൻസ് എക്സ്റ്റേണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾക്ക് വിദേശത്തേക്ക് അവിടെ നിന്ന് അയക്കുന്ന പണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് NRE അക്കൗണ്ടിലേക്ക് ഇടാം. അപ്പോൾ അവിടെ നിന്ന് ഇൻവേർഡ് റെമിറ്റൻസ് NRE അക്കൗണ്ടിലേക്ക് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്നും അങ്ങോട്ട് പൈസ ഇടാനായിട്ട് പറ്റില്ല. ഇവിടെ നാട്ടിലത്തെ കാര്യങ്ങൾ, നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും കടം കൊടുത്തിട്ടുണ്ട് തിരിച്ച് കിട്ടണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു NRO അക്കൗണ്ട് കീപ്പ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പലപ്പോഴും പല ആളുകളും വിദേശത്തേക്കൊക്കെ പോയിട്ട് ചിലപ്പോൾ ഇവിടെയുള്ള സാധാരണ സേവിങ്സ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ അക്കൗണ്ടിലേക്കൊക്കെ ചിലപ്പോൾ പൈസ അയക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരമൊക്കെ നിങ്ങൾ വിദേശത്തു നിന്നാണ് പണം അയക്കുന്നതെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കതിന് ടാക്സ് ഒന്നും അടയ്ക്കേണ്ടതായിട്ട് വരില്ല. നേരെ മറിച്ച് നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ അക്കൗണ്ടിലേക്കൊക്കെ ഡയറക്റ്റ് ആയിട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതൊരു ഫോറിനിൽ നിന്ന് വന്ന പൈസയാണ് എന്നൊക്കെ പ്രൂവ് ചെയ്യാനായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വിദേശത്തേക്ക് പോകുന്ന ആളുകൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇവിടുത്തെ സാധാരണ അക്കൗണ്ടുകൾ ഉണ്ടല്ലോ, അതായത് സാധാരണ റെസിഡൻറ്റ് സേവിങ്സ് അക്കൗണ്ടുകൾ. അപ്പോൾ ഈ സേവിങ്സ് അക്കൗണ്ടുകൾ മൊത്തം അപ്പം തന്നെ മാറ്റിക്കഴിഞ്ഞിട്ട്, അതായത് നിങ്ങൾക്ക് അവിടെ ഒരു വിസ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളതൊക്കെ മാറ്റിക്കഴിഞ്ഞിട്ട് NRO അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ഒരു NRE അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ NRO അതിൽ കൂടെ മാത്രം ട്രാൻസാക്ഷൻ നടത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ഒരു സെയിം കാര്യം തന്നെ നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിനും അപ്ലിക്കബിൾ ആണ്. അതായത് പലപ്പോഴും NRIs ഒക്കെ, അത് പലപ്പോഴും ഇവിടെയുള്ള ആളുകളൊക്കെ വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ അവർക്ക് ഇവിടെ സാധാരണ ഒരു ഓർഡിനറി ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടായിരിക്കും, ഒരു സാധാരണ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ പലരും എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പലപ്പോഴും ഈ ട്രേഡിംഗ് അക്കൗണ്ട് വെച്ചിട്ട് തന്നെ വിദേശത്തേക്കൊക്കെ പോയിട്ട് അവിടെ ഇരുന്ന്, ഇപ്പോൾ മൊബൈൽ ആപ്പ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ മൊബൈൽ ആപ്പിൽ കൂടിയൊക്കെ ഇവർ ട്രേഡ് ചെയ്യും. അപ്പോൾ ഇതും വലിയ ഒരു വയലേഷനാണ്. അതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, NRI ആയിട്ടുള്ള ഒരാൾക്ക് NRI സ്റ്റാറ്റസിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഇവിടുത്തെ ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് പല സ്ഥലങ്ങളിലും അത് വയലേഷൻ വരും. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് വരും, സെബിയുടെ വയലേഷൻസ് വരും. അപ്പോൾ ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണെന്ന് വിചാരിക്കും, നിങ്ങൾ വിദേശത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓർഡിനറി ഒരു ഡിമാറ്റ് അക്കൗണ്ടൊക്കെ ഉണ്ടായിരിക്കാം. അത് ഹോൾഡ് ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല, ഒരു പ്രോബ്ലവും ഇല്ല. നിങ്ങൾക്ക് ആ അക്കൗണ്ടിലുള്ള ഹോൾഡിങ്സുകൾ, അതിലെ ഷെയർസൊക്കെ ഹോൾഡ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിൽ നിങ്ങൾ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താനായിട്ട് പറ്റില്ല. ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ NRI സ്റ്റാറ്റസിൽ ഒന്നുകിൽ ഒരു PIS അക്കൗണ്ട്, ഒരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം എന്നുള്ള റൂട്ടിൽ നിങ്ങളൊരു അക്കൗണ്ട് തുടങ്ങേണ്ടതായിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു PIS അക്കൗണ്ട്, നിങ്ങളുടെ NRE അക്കൗണ്ട് വെച്ചിട്ടും NRO അക്കൗണ്ട് വെച്ചിട്ടും നിങ്ങൾക്ക് ഇതുപോലെയുള്ള അക്കൗണ്ടുകൾ തുടങ്ങാം. അതായത് NRI സ്റ്റാറ്റസിലായിരിക്കണം നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതല്ല, നിങ്ങൾ സാധാരണ അക്കൗണ്ട് വെച്ചിട്ട് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു വയലേഷനാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഇനി മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ സാധാരണ അക്കൗണ്ടൊക്കെ വെച്ചിട്ട് അവിടെ വിദേശത്തൊക്കെ പോയിട്ടിരുന്ന ആളുകൾ ഇൻട്രാഡേ ഒക്കെ ചെയ്യാറുണ്ട്, ഡേ ട്രേഡിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതും ശരിക്കും NRI ആയിട്ടുള്ള ഒരാളുണ്ടല്ലോ, NRI ആയിട്ടുള്ള ഒരാൾക്ക് ശരിക്കും ഇൻട്രാഡേ ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വിദേശത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ അക്കൗണ്ടുകൾ വെച്ചിട്ട്, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ഒരു അക്കൗണ്ട് വെച്ചിട്ട്, ഒരു ഡിമാറ്റ് അക്കൗണ്ടോ ട്രേഡിംഗ് അക്കൗണ്ടോ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ ഇതുപോലെയുള്ള, അതായത് NRI സ്റ്റാറ്റസിൽ നിങ്ങൾ PASO ഒക്കെ ആയിട്ടുള്ള അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഒരാൾ വിദേശത്ത് നിന്ന് എല്ലാ പരിപാടികളൊക്കെ അവസാനിച്ച് നാട്ടിൽ സെറ്റിൽ ചെയ്യാനായിട്ട് വരികയാണ് എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇവരുടെ NRE FDകളൊക്കെ എത്ര നാൾക്ക് ഇവിടെ അവർക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും, അതായത് ആ സ്റ്റാറ്റസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് എത്ര നാൾ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇതിൽ RBIയുടെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റിനായിട്ട് ഇന്ത്യയിലേക്ക് വരികയാണെന്ന് കരുതൂ. അതായത് ഇപ്പോൾ ഒരാൾ ഏപ്രിൽ മാസത്തിൽ അദ്ദേഹം
പെർമനൻറ്റ് സെറ്റിൽമെൻറ്റിനായിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ്, നാട്ടിലേക്ക് വരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ RBIയുടെ ഗൈഡ് ലൈനിൽ പറയുന്നത് നിങ്ങൾ ഒന്നും നോക്കേണ്ടതില്ല, അപ്പോൾ തന്നെ എന്ത് ചെയ്യണം, നിങ്ങളുടെ NRE അക്കൗണ്ടുകൾ മുഴുവൻ നിങ്ങൾ സാധാരണ അക്കൗണ്ടുകളാക്കിയിട്ട് മാറ്റണം എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് NREFD ഉണ്ടോ അല്ല NRO അക്കൗണ്ടുകൾ ഉണ്ടോ, കാരണം നിങ്ങൾ ഇനി എന്ത് ചെയ്യുന്നില്ല, നിങ്ങളൊരു NRE ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതാണ് സിറ്റുവേഷൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ബാങ്കിന് ഇൻഫോം ചെയ്തിട്ട് ഇതിനൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് സാധാരണ അക്കൗണ്ടുകളാക്കിയിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. അതല്ല ഇനിയിപ്പോൾ ഒരാൾ നാട്ടിലേക്ക് വരികയാണ്, പക്ഷെ അദ്ദേഹം തിരിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മോർ ദാൻ 6 months ഒക്കെ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് പോകാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പതുക്കെ ഇനി പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പതുക്കെ മാറ്റിയിടുക. അതല്ല നിങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങളുടെ ഇൻറ്റൻഷൻ നിങ്ങൾ റിട്ടയർമെൻ്റ് ഒക്കെയാണ്, കുറേ വർഷം അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ വരികയാണ്, ഒരു 55 years അല്ലെങ്കിൽ 60 yearsലൊക്കെ നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഇനി നിങ്ങൾ തിരിച്ചു പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ സിറ്റുവേഷനിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നിങ്ങളുടെ ഈ NREFDകൾ മുഴുവൻ സാധാരണ റെസിഡൻറ്റ് FDകളാക്കിയിട്ട് മാറ്റി ഇടേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ NRO അക്കൗണ്ടുകളും അതേപോലെ തന്നെ സാധാരണ അക്കൗണ്ടുകളാക്കിയിട്ട് മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അതവിടെ ഡിമാറ്റ് അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് കരുതും. അതായത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള NRE സ്റ്റാറ്റസിൽ നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ടുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ സിമിലർലി ഇതുപോലെയുള്ള ഡിമാറ്റ് അക്കൗണ്ടുകളും നിങ്ങൾ എന്ത് ചെയ്യണം, സാധാരണ അക്കൗണ്ടുകളാക്കിയിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ NRI സ്റ്റാറ്റസിലുള്ള സമയത്ത് ചിലപ്പോൾ ചില ആളുകളൊക്കെ ചിലപ്പോൾ 10-30 ഒക്കെ വർഷം ചിലപ്പോൾ NRI ആയിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് അവർ ചിലപ്പോൾ SIP ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും, ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ. അപ്പോൾ അങ്ങനെ മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ട് എന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ NRI സ്റ്റാറ്റസിൽ ഇരിക്കുന്ന സമയത്ത് അത് ലിക്വിഡേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നൊരു ക്യാപിറ്റൽ ഗെയിൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ആ ക്യാപിറ്റൽ ഗെയിനിന് ഇൻകം ടാക്സിൽ നിന്ന് എക്സംഷൻ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതൊരു വലിയ ഒരു എക്സംഷനാണ്. ഇപ്പോൾ നിങ്ങളൊരു 10-30 വർഷമൊക്കെ അവിടെ നിന്നിട്ട് ചിലപ്പോൾ 2-3 കോടി രൂപയൊക്കെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്, നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ, അതായത് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്നൊരു ഗെയിൻ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ 3 കോടി രൂപയുടെയൊക്കെ 12.5% എന്ത് വരുന്നത്, നമുക്ക് ഇൻകം ടാക്സ് വരുന്നത് അതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ്റെ. അപ്പോൾ വലിയൊരു എമൗണ്ട്, ഏകദേശം 10-40-50 ലക്ഷമൊക്കെ സേവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നർത്ഥം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ NRI സ്റ്റാറ്റസിൽ ഇരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, അത് ലിക്വിഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ എവിടെയാണോ, ഏത് കൺട്രി ഓഫ് റെസിഡൻസ് ആണോ, ഇപ്പോൾ നിങ്ങളിപ്പോൾ UAE അല്ലെങ്കിൽ സിംഗപ്പൂരാണോ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യവും ഇന്ത്യയുമായിട്ടൊരു ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇന്ത്യയായിട്ട് ഒരുപാട് വിദേശികളൊക്കെ, നമ്മളുടെ പ്രവാസികളൊക്കെ ഉള്ള വളരെ കോമൺ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെയുള്ള DTAകളുണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റും അവിടുത്തെ രാജ്യമായിട്ടുള്ള ഒരുപാട് അറേഞ്ച്മെൻറ്റുകളുണ്ട്, ഇതുപോലെ ടാക്സ് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റുകളുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അവിടുന്ന് വിദേശത്ത് നിന്ന് വരുന്നതിന് മുൻപ് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ടുകൾ ലിക്വിഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾക്കൊരു ടാക്സ് എക്സംഷൻ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുള്ളതെന്ന് പറയുന്നത്, NRI ആയിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻട്രാഡേ ട്രേഡിംഗ് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ കറൻസി ഡെറിവേറ്റീവ്സ് ഒക്കെ ചെയ്യാനായിട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇൻട്രാഡേ ചെയ്യുക, അതായത് നമ്മുടെ ഡേ ട്രേഡിംഗ് ചെയ്യാനായിട്ട് പറ്റില്ല NRI ആയിട്ടുള്ള ഒരാൾക്ക്. അതുപോലെ തന്നെ മറ്റു കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉള്ളത്, അത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരമാണ് ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുന്നത്. NRI ആയിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് വാങ്ങിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ പ്ലാന്റേഷൻസ് ഇങ്ങനെയൊന്നും വാങ്ങിക്കാനായിട്ട് പറ്റില്ല. ഇത് NRI സ്റ്റാറ്റസിൽ ഇരുന്നു കൊണ്ട് ഒരു അഗ്രികൾച്ചർ ലാൻഡോ പ്ലാന്റേഷൻസോ വാങ്ങിക്കാനായിട്ട് പറ്റില്ല. മറ്റ് റെസ്ട്രിക്ഷൻസ് ഉള്ളതെന്ന് പറയുന്നത്, ഒരു ചിട്ടി കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് ഉദ്ദേശിച്ചത് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡർ ആവാനായിട്ട് പറ്റില്ല. അതായത് നിങ്ങളുടെ നാട്ടിൽ ഒരു ചിട്ടി കമ്പനി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ ചിട്ടി കമ്പനിയിൽ ഷെയർ ഹോൾഡർ ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഒരു NRI ആയിട്ടുള്ള ഒരാൾക്ക് എന്ത് പറ്റില്ല, അതായത് ഒരു നിധി കമ്പനിയിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, അവിടെ ഒരു മെമ്പർ ആവാനോ അതല്ലെങ്കിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനോ പറ്റില്ല. കാരണം നിധി കമ്പനികളിൽ ഒരു മെമ്പർക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു നിധി കമ്പനികളിലും NRIസിന് ഇൻവെസ്റ്റ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇതിലൊക്കെ ഒരു വയലേഷൻ വരികയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, വലിയ എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് ആയി കയറി, കാരണം ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരമൊക്കെയാണ് വയലേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈക്വൽ എമൗണ്ട് ഒക്കെ പെനാൽറ്റി വരാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു 4 ലക്ഷമൊക്കെ കൊടുത്ത് 5 ലക്ഷമൊക്കെ കൊടുത്തിട്ട് ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 5 ലക്ഷം രൂപയൊക്കെ തന്നെ പെനാൽറ്റി വരാനായിട്ട് സാധ്യതയുണ്ട്.
അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് NRI ആയിട്ടുള്ള ആളുകൾ പലപ്പോഴും സ്ഥലം ഒക്കെ വിൽക്കുമ്പോൾ ഇത് പ്രോപ്പർട്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലാറ്റോ അല്ലെങ്കിൽ വീടൊക്കെ വിൽക്കുന്ന സമയത്ത് ഇവർക്ക് ഒരുപാട് ടാക്സ് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ NRI ആണല്ലോ, അപ്പോൾ അത് കാരണം തന്നെ ഗവൺമെൻറ്റിന് അറിയാം സോഴ്സിൽ തന്നെ സോഴ്സിൽ തന്നെ അതിൻ്റെ TDS പിടിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ സേ ഇപ്പോൾ നിങ്ങൾ ഒരു പ്രോപ്പർട്ടി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 40 ലക്ഷം രൂപയ്ക്കാണ് ഒരു പ്രോപ്പർട്ടി വിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 12.5% പ്ലസ് സെസ് അടക്കം ഏകദേശം 13% അടുത്ത് TDS പിടിച്ചിട്ട് ബാക്കി പൈസയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നർത്ഥം. അതായത് ഇപ്പോൾ 50 ലക്ഷത്തിൽ താഴേക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 12% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 50 ലക്ഷത്തിൽ ഒരു പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ 13% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 6.5 ലക്ഷം രൂപയുടെ അടുത്ത് പിടിച്ചിട്ട ബാക്കിയുള്ള പൈസ, അതായത് നിങ്ങളുടെ ബയ്യർ നിങ്ങൾക്ക് തരുന്നത് 50 ലക്ഷം രൂപയുടെ ഒരു ഡീൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 43 ലക്ഷം അല്ലെങ്കിൽ 43.5 ലക്ഷം കിട്ടാനൊക്കെയാണ് സാധ്യതയുള്ളത് നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഇതൊരു ടാക്സ് ആയിട്ട് അഡ്വാൻസ് ആയിട്ട് പിടിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും ടാക്സ് വരുന്നില്ല എന്ന് വിചാരിക്കും. നിങ്ങളുടെ ടാക്സ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പൈസ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ 50 ലക്ഷത്തിനെക്കാട്ടും കൂടുതലുള്ള ട്രാൻസാക്ഷനുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ സർചാർജ് ഒക്കെ അപ്ലിക്കബിൾ ആണ്, 10% സർചാർജ് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഈ റേറ്റ് കൂടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ 13 എന്നുള്ളത് 12.5 എന്നുള്ള റേറ്റ് ഇപ്പോൾ 13, 14, 15%-ലേക്കൊക്കെ കൂടി പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ വേറൊരു കാര്യമുള്ളതെന്ന് പറയുന്നത് ഇപ്പോൾ സേ നിങ്ങൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു, നിങ്ങൾ വാങ്ങിച്ചേക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ വാങ്ങിച്ചേക്കുന്നത് 40 ലക്ഷം രൂപയ്ക്കൊക്കെ ആയിരിക്കും. ഇനി അങ്ങനെ ലോങ് ടൈമിലാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത്, നിങ്ങൾ 2 വർഷത്തിനെക്കാട്ടൊക്കെ കൂടുതൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ വിൽക്കുന്നതും ഏകദേശം വലിയ ലാഭമൊന്നുമില്ല. 40 ലക്ഷം രൂപയ്ക്ക് പ്രോപ്പർട്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ 10% എന്ത് വരും, അതിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി രജിസ്ട്രേഷനൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ 40, 44, 45 ലക്ഷം രൂപ വരെയൊക്കെ എടുത്ത് നിങ്ങൾക്ക് ചിലവ് വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളത് വിൽക്കുന്നതും ഏകദേശം ആ ഒരു പൈസയ്ക്കൊക്കെ തന്നെയാണെന്ന് വിചാരിക്കും. ഒരു 45 ലക്ഷം രൂപയ്ക്കൊക്കെയാണ് വിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് അവിടെ TDS വരാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് അതോറിറ്റിക്ക്, ഇൻകം ടാക്സിൻ്റെ TDS ഓഫീസർക്ക് അല്ലെങ്കിൽ NRI സെല്ലിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് ഒരു അപ്ലിക്കേഷൻ മൂവ് ചെയ്യാം. അതായത് നിങ്ങളുടെ ലാഭം, നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതിൽ ലാഭമൊന്നുമില്ല അല്ലെങ്കിൽ വളരെ കുറച്ച് ലാഭമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വലിയ എമൗണ്ട് TDS പിടിക്കുന്നതിന് പകരം ഇപ്പോൾ 12, 13 അല്ലെങ്കിൽ 15% TDS പിടിക്കുന്നതിന് പകരം ഒരു ചെറിയ എമൗണ്ട് അല്ലെങ്കിൽ TDS ഒന്നും പിടിക്കാതെ ഈ ട്രാൻസാക്ഷൻസ് നടത്തി തരണം. ഒരു നിൽ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റിന് അല്ലെങ്കിൽ ലോവർ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബയ്യർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ബയ്യർക്ക് വേണമെന്നുണ്ടെങ്കിൽ TDS ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു എമൗണ്ട് TDS പിടിച്ചിട്ട് ഈ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് പറ്റും. ഇത് നമുക്ക് KSFയിലൊക്കെ ഉള്ള പ്രവാസി ചിട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ പ്രവാസി ചിട്ടികൾ മാത്രമല്ല പ്രവാസി ഡിവിഡൻഡ് സ്കീമുകൾ, ഇങ്ങനെയൊക്കെ ചേർന്നിട്ടുള്ള ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്കും വലിയ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയൊക്കെ പ്രവാസി ഡിവിഡൻ്റൊക്കെ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 30,000 രൂപ 60,000 രൂപയൊക്കെ ആയിരിക്കും 2 ലക്ഷം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ 30% അതിൻ്റെ TDS റേറ്റ് വരുന്നത്. അപ്പോൾ വലിയൊരു എമൗണ്ടൊക്കെ ആയിരിക്കും അവർക്ക് TDS പിടിക്കുന്നത്. ഇവർക്കാണെങ്കിൽ മറ്റു വരുമാനങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നേരത്തെ അറിയാം, അതായത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ടാക്സ് ഒന്നുമില്ല എന്നറിയാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊരു ലോവർ അല്ലെങ്കിൽ ഒരു നിൽ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്കത് അപ്രൂവ് ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് TDS ഒന്നും ഇല്ലാതെ തന്നെ ഇത്തരം ട്രാൻസാക്ഷൻസ് നിങ്ങൾക്ക് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ NRI ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഈ പണമിടപാടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ, ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയൊരു എമൗണ്ടൊക്കെ ഫൈനും പെനാൽറ്റിയൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.